2021 ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഇസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഒരു ഫീൽഡ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഐഡിയൽസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ തിരിച്ചും അല്ലേ. നമുക്ക് ഐഡിയൽ എന്താണെന്ന് അറിയാം. എന്താ ഐഡിയൽ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞ ഒരു റിംഗ് ഉണ്ട്. ആ റിങ്ങിൻ്റെ ഉള്ളിൽ I എന്ന് പറഞ്ഞ ഐഡിയൽ ഉണ്ടാവണം. ആറിൻ്റെ സബ്സെറ്റ് ആയിരിക്കണമല്ലോ I. അതിൻ്റെ ഉള്ളിൽ I എന്ന് പറഞ്ഞ ഐഡിയൽ ഉണ്ടെങ്കിൽ ആറിലെ ഏത് എലമെൻറ്റും Iയിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Iയിൽ തന്നെ ഉണ്ടാവാം. ആറിലെ ഏതൊരു എലമെൻറ്റും ആറിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള Iയിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് Iയിൽ തന്നെ ഉണ്ടാവാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു 0. Iയിലൊരു എലമെൻ്റാണ് 0 എന്ന് എടുത്തോളൂ. അപ്പോൾ ആറിലെ ഏത് എലമെൻറ്റും ആയിക്കോട്ടെ അത് 0നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 0 ഇവിടെയുള്ള എലമെൻ്റാണ് I ആണ്. അതിനൊരു എക്സാമ്പിൾ ആട്ടോ 0. അങ്ങനെയുള്ള എലമെൻറ്റ്സിനാണ് നമ്മൾ ഐഡിയൽ എന്ന് പറയാം. നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഒരു ഫീൽഡിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ട് ഐഡിയൽ ഉണ്ടാവരുത്. പ്രോപ്പർ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പറായിട്ട് ആ ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ വരിക. പിന്നെ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ അല്ലാത്തൊരു എലമെൻ്റ് അതിൽ ഉണ്ടാവണം. ഫൈ മാത്രമായിട്ട് ഉണ്ടാവരുത്. അങ്ങനെ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഫീൽഡിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നോക്കുക എങ്ങനെയാണ്. ഞാനിപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞല്ലേ. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാവുന്നല്ലേ. ഓക്കെ, ഞാൻ ഈ ഫീൽഡിലുള്ള ഒരു എലമെൻ്റാണ് യു എന്നെടുത്തു. ഫീൽഡിലുള്ള ഒരു എലമെൻ്റാണ് യു. അങ്ങനെയാണെങ്കിൽ യു ഇൻവേഴ്സും ഫീൽഡിൽ ഉണ്ടാവില്ലേ? നമുക്കറിയാം ഫീൽഡിൽ എല്ലാ എലമെൻറ്റും എല്ലാ നോൺ സീറോ എലമെൻറ്റിലും എന്തുണ്ടാവും? അതിൻ്റെ ഇൻവേഴ്സ് അതിലുണ്ടാവും. അപ്പോൾ യു ഫീൽഡിലുണ്ടെങ്കിൽ യു ഇൻവേഴ്സും ഫീൽഡിലുണ്ടാവും. നമുക്കറിയാം I ഒരു ഐഡിയൽ ആണെങ്കിൽ ഏതൊരു എലമെൻറ്റ് ആറിൽ ഏതൊരു എലമെൻറ്റ് ആറും Iയിൽ ഏതൊരു എലമെൻറ്റ് I എടുത്തു കഴിഞ്ഞാൽ അത് Iയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ആറിലുള്ള ഒരു എലമെൻറ്റാണ് യു. Iയിലുള്ള ഒരു എലമെൻറ്റാണ് യു. ആറിലുള്ള ഒരു എലമെൻറ്റാണ് യു ഇൻവേഴ്സ്. നമുക്ക് Iയിലുള്ളൊരു എലമെൻ്റാക്കി എടുത്തൂടെ യു. Iയിൽ യു ഉണ്ടെങ്കിൽ യു എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. യു Iയിലുണ്ടെങ്കിൽ യു ആറിലുണ്ടാവും. യു ആറിലുണ്ടെങ്കിൽ ഈ റിംഗ് ഒരു ഫീൽഡ് ആയതുകൊണ്ട് യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പം യു ഇൻറ്റു യു ഇൻവേഴ്സ് എവിടെ ഉണ്ടാവണം? Iയിലുണ്ടാവണം. മനസ്സിലായല്ലോ? നമ്മൾ എന്താ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ആറിലുള്ള ഏത് എലമെൻറ്റും Iയിലുള്ള ഏത് എലമെൻറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും Iയിൽ തന്നെ ഉണ്ടാവുക. അതാണ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ. ഞാൻ Iയിലുള്ള ഒരു എലമെൻറ്റ് യു എന്നെടുത്തു. Iയിലുള്ള എലമെൻറ്റാണ് യു. ഈ I എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സബ്സെറ്റാണ്. അപ്പം യു എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. ആറ് എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. ഒരു ഫീൽഡിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റിനും എന്തുണ്ടാവും? ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആറിൽ യു ഇൻവേഴ്സും ഉണ്ടാവും. അപ്പോൾ Iയിലെ എലമെൻറ്റായ യുവും ആറിലെ എലമെൻറ്റായ യു ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? Iയിലുണ്ടാവും. കാരണം എന്താ? I ഒരു ഐഡിയലാണ്. യു ഇൻവേഴ്സ് ഇൻറ്റു യു എന്താ? 1. അപ്പോൾ 1 എവിടെ ഉണ്ടാവും? Iയിലുണ്ടാവും. ഇനി നമുക്കറിയാം R ഇൻറ്റു I സബ്സെറ്റ് ഓഫ് I ആണല്ലേ. ആറിലെ ഏതൊരു എലമെൻറ്റ് R എടുത്തു കഴിഞ്ഞാലും Iയിൽ ഏതൊരു എലമെൻറ്റ് I എടുത്തു കഴിഞ്ഞാലും അത് Iയിൽ തന്നെ ഉണ്ടാവും. ആറിൽ ഏതൊരു എലമെൻറ്റ് നമ്മൾ R എടുത്തു. Iയിലുള്ളൊരു എലമെൻറ്റാണ് 1 എന്ന് കിട്ടി. അപ്പോൾ R ഇൻറ്റു 1 എവിടെ ഉണ്ടാവും? Iയിൽ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആറിലെ ഏതൊരു എലമെൻറ്റ് R എടുത്തു കഴിഞ്ഞാലും അത് എവിടെ ഉണ്ടെന്ന് കിട്ടി? Iയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? R സബ്സെറ്റ് ഓഫ് I എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഏത് R എടുത്തു കഴിഞ്ഞാൽ അത് Iയിലുണ്ടെന്ന് കിട്ടി. നമുക്കറിയാം I ഒരു ഐഡിയലാണെങ്കിൽ ആറിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം I. അപ്പം I സബ്സെറ്റ് ഓഫ് R സബ്സെറ്റ് ഓഫ് I എന്ന് കിട്ടി. I സബ്സെറ്റ് ഓഫ് R എന്ന് കിട്ടി. അപ്പോൾ എന്താ? I ഈക്വൽ ടു R എന്ന് വെച്ചാൽ എന്താ? ഈ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ്? R തന്നെയാണ്. ഇത് ഈ I തന്നെയാണ് R എന്ന് വരുന്നത്. ഈ റിംഗ് തന്നെയാണ് ഇതിൻ്റെ ഐഡിയൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫീൽഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല? പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത ഭാഗം പ്രൂവ് ചെയ്യാം. അടുത്ത ഭാഗം എന്താ? പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ട് അവിടെ ഒരു ഐഡിയൽ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ഫീൽഡ് ഉണ്ടാവും. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും. അത് നമ്മൾ എന്താ? മാക്സിമൽ ഐഡിയൽ എന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏതൊരു എലമെൻറ്റ് ആറിൻ്റെ റിങ്ങിൻ്റെ സബ്റിങ് ആവണം. പിന്നെ ആറിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും Iയിൽ ഏതൊരു എലമെൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Iയിൽ തന്നെ ഉണ്ടാവുക. മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന മാക്സിമൽ ആയിട്ടുള്ള ഐഡിയൽ. ആ ഒരു ഐഡിയലിനെ മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞ ഐഡിയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറൊരു ഐഡിയൽ അതിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാനൊരു Z എന്ന് പറഞ്ഞ ഒരു റിങ് എടുത്തു. Z എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. ഇപ്പോൾ 2Z 3Z 4Z 6Z ഇത് 4 എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഐഡിയൽ ആണല്ലോ. ആണ്. ഇനി ഇതിലേതായിരിക്കും മാക്സിമൽ ഐഡിയൽ? 6Z ഒരു മാക്സിമൽ ഐഡിയൽ ആണോ? ഒരിക്കലുമല്ല. കാരണം എന്താ? 0 6 12 8 ഇതിനെ
ഇൻക്ലൂഡ് ചെയ്യുന്ന വേറൊരു ഐഡിയലാണ് 3Z. ഓക്കെ, ഇതിലുള്ള എല്ലാ എലമെൻറ്റും 3Zൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ 6Z ഒരു മാക്സിമൽ ഐഡിയലല്ല. പിന്നെ 6Zലുള്ള എല്ലാ എലമെൻറ്റും 2Zൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ 6Z എന്തല്ല? മാക്സിമൽ ഐഡിയല്ല. അതേപോലെ 4Z ഒരു മാക്സിമൽ ഐഡിയലാണോ? അല്ല. കാരണം എന്താ? 4Zനെ ഇൻക്ലൂഡ് ചെയ്യുന്ന 4Zലെ എല്ലാ എലമെൻറ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് അവിടെ ഉണ്ട്. 2Z എന്ന് പറഞ്ഞൊരു ഐഡിയൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് 4Z ഒരു മാക്സിമൽ ഐഡിയല്ല. അതിൽ മാക്സിമൽ ഐഡിയൽ 2Z, 3Z അങ്ങനെ PZകളായിരിക്കും മാക്സിമൽ ഐഡിയലായിട്ട് വരും കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ എമ്മിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എൻ എന്ന് പറഞ്ഞ ഐഡിയൽ ആറിൻ്റെ സബ്റിങ് ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, എം എന്ന് പറഞ്ഞ മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ 6 എന്ന് പറഞ്ഞ റിങ്ങിൻ്റെ ഉള്ളിൽ എൻ എന്ന് പറഞ്ഞ ഒരു സബ്റിങ് ഐഡിയലായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, മാക്സിമൽ ഐഡിയൽ മനസ്സിലായ മാക്സിമൽ ആയിട്ടുള്ള ഐഡിയലാണ് മാക്സിമൽ ഐഡിയൽ. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഫീൽഡ്, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടാവില്ല. നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ 6 എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എടുത്തു. 6 എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എടുത്തു. 6 എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ട് ഒരു ഐഡിയൽ ഇല്ല എന്നെടുത്തു. പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ട് 6ൻ്റെ ഉള്ളിൽ എന്തില്ല? ഒരു ഐഡിയൽ ഇല്ല എന്ന് വെച്ചാൽ അതിനൊരു മാക്സിമൽ ഐഡിയലായിട്ട് അപ്പോൾ ഏതായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. കാരണം 0 മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ? പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ട് ഐഡിയൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റേ ഉള്ളൂ. അത് ഏതാ? 0. ആ 0 മാത്രമാണ് അവിടുത്തെ ഐഡിയൽ. 0 ആണ് 6ൻ്റെ ഉള്ളിൽ വരുന്ന മാക്സിമൽ ഐഡിയൽ അല്ലേ? അതിൻ്റെ ഉള്ളിൽ വേറെ ഐഡിയൽ ഇല്ല എന്നല്ലേ വരുന്നത്? പ്രോപ്പറായിട്ട് വേറെ ഐഡിയൽ ഇല്ല, നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഇല്ല. അപ്പോൾ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയലേ ഉള്ളൂ. അതേതാ? 0 ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമൽ ഐഡിയൽ നമുക്കറിയാവുന്നൊരു തിയറാണ്. എം ഒരു മാക്സിമൽ ഐഡിയലാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് R by M എ ഫീൽഡ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ R by M എന്താണ്? ഫീൽഡാണ്. എം മാക്സിമൽ ആണെങ്കിൽ R by M ഫീൽഡാണ്. നമ്മുടെ ഇവിടുത്തെ മാക്സിമൽ ഏതാ? 0. അപ്പോൾ എന്താ? R by 0 ഫീൽഡാണ്. 0 മാക്സിമൽ ആണെങ്കിൽ R by 0 ഫീൽഡാണ്. R by 0 പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ആ ഗ്രൂപ്പ് തന്നെയല്ലേ വരിക? G by ഐഡൻറ്റിറ്റി ചെയ്താൽ G എന്നല്ലേ വരിക. അപ്പോൾ R by 0 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 6. അപ്പോൾ R by 0 ഫീൽഡാണെങ്കിൽ 6 എന്താണ്? ഫീൽഡാണ്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഐഡിയൽ ഇല്ല. അപ്പം അതിൽ ഐഡിയൽ ഏതാണ്? 0 ആണ്. 0 എന്ന് പറഞ്ഞ സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഒരു എം മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ R by M ഫീൽഡാണ്. അപ്പോൾ ഇവിടെ മാക്സിമൽ 0 ആണ്. അപ്പോൾ R by 0 ഫീൽഡാണ്. അപ്പോൾ എന്ത് കിട്ടി? 6 ഫീൽഡാണെന്ന് കിട്ടി. അപ്പോൾ മാക്സിമലായിട്ട് നോൺ ട്രിവിയലായിട്ട് അതിനുള്ളൊരു ഐഡിയൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? R എന്ന് പറഞ്ഞൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അതെന്താണ്? ഫീൽഡാണെന്ന് കിട്ടും. ഇനി അതിൻ്റെ നോട്ട്സ് നോക്കാം. R is a commutative ring with unity. Assume that R is a field. Therefore, R has no proper non-trivial ideal because if possible, assume that let n be an ideal of F n not equal to 0 and n is proper. Let A belongs to n and A not equal to 0. A belongs to F since n subset of F. A inverse belongs to F since all the non-zero elements in a field is unit. എന്തൊക്കെയാണ് പറഞ്ഞത്? R ഒരു ഫീൽഡാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ. ആറിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ ഇല്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? എഫ് എന്ന് പറഞ്ഞ ആ ഫീൽഡിൽ എൻ ഒരു ഐഡിയൽ ആണെന്ന് എടുത്തു. എൻ എന്താണ്? പ്രോപ്പറും ആണ് നോൺ ട്രിവിയലാണ് അല്ലേ? പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ആണ് എൻ എന്ന് എടുത്തു. എന്നിലുള്ള ഒരു എലമെൻ്റ് ആണ് എ എന്ന് എടുത്തു. എ എന്താണ്? നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എ എന്നിലുണ്ടെങ്കിൽ എ എവിടെ ഉണ്ടാവും? എഫിലുണ്ടാവും. കാരണം എഫിലുള്ള ഐഡിയൽ അല്ലേ എന്നെ? എഫിലുള്ള ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും അല്ലേ? സബ്റിങ് ആയിരിക്കും എന്നെ. അപ്പോൾ എ എഫിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഒരു ഫീൽഡ് ആയതുകൊണ്ട് എല്ലാ നോൺ സീറോ എലമെൻറ്റും എന്തായിരിക്കും? യൂണിറ്റ് ആയിരിക്കും. അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ എ ഇൻവേഴ്സും എഫിലുണ്ടാവും. നമുക്കറിയാം ഒരു ഐഡിയലിൻ്റെ ഇക്വേഷൻ എന്താ? എൻ ബി സബ്സെറ്റ് ഓഫ് എൻ ആണ്. ഫോർ ഓൾ ബി ബിലോങ്സ് ടു എഫ്. എന്നിലുള്ള ഏതൊരു എലമെൻറ്റ് ഇൻറ്റു എഫിലുള്ള ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവുക, എന്നൊരു ഐഡിയൽ ആയതുകൊണ്ട്. അപ്പോൾ എഫിലുള്ള ഒരു എലമെൻ്റാണ് എ ഇൻവേഴ്സ്, എന്നിലുള്ള ഒരു എലമെൻ്റാണ് എ. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. എ ഇൻറ്റു എ ഇൻവേഴ്സ് പറഞ്ഞാൽ 1 ആണ്. 1 എവിടെ ഉണ്ട്? എന്നിലുണ്ട് എന്ന് കിട്ടി. അപ്പോൾ 1 എന്നിലുണ്ട് കിട്ടി. വീണ്ടും നമ്മൾ ഇക്വേഷൻ ഐഡിയലിൻ്റെ ഇക്വേഷൻ എഴുതി. അതിൽ ബിയിൽ ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് ഞാൻ എക്സ് എന്ന് എടുത്തു അല്ലേ? എൻ എന്ന് പറഞ്ഞ ഐഡിയൽ ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് എക്സ് എന്ന് എടുത്തു. അല്ല, എന്നില്ല റിംഗ് ആ ഫീൽഡിൽ ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് എക്സ് എന്ന് എടുത്തു. എന്നിലുള്ള എലമെൻറ്റ് ആ 1 എന്ന് കിട്ടി. അപ്പോൾ 1 ഇൻറ്റു എക്സ് എവിടെ ഉണ്ടാവും? എന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ 1 ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് എന്ന് വെച്ചാൽ ആ റിങ്ങിൽ എഫ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എഫ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് കിട്ടും. എൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ സബ് റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എന്ത്? എൻ സബ്സെറ്റ് ഓഫ് എഫ് എന്ന് കിട്ടും. എഫ് സബ്സെറ്റ് ഓഫ് എന്നും എൻ സബ്സെറ്റ് ഓഫ് എഫും
അപ്പോൾ എന്ത് കിട്ടി? F ഈക്വൽ ടു N എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ അസംഷന് അത് കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് ഒരു ഫീൽഡിൽ എന്തുണ്ടാവില്ല, പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ട് ഒരു ഐഡിയൽ ഉണ്ടാവില്ല എന്ന് കിട്ടി. അതേപോലെ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് R ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ. ആറിന് പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ ദ മാക്സിമൽ ഐഡിയൽ ഓഫ് R ഈസ് 0. നമ്മൾ പറഞ്ഞു മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന മാക്സിമൽ ഐഡിയൽ ആയിരിക്കും അല്ലേ, സബ്സെറ്റ് ആയിരിക്കണം എന്തായാലും ഐഡിയൽ. അപ്പോൾ അതിന് മാക്സിമൽ ആയിട്ട് വരുന്നത് ഏതാ? അപ്പോൾ 0. കാരണം എന്താ, പ്രോപ്പറായിട്ട് അതിൽ വേറൊരു ഐഡിയൽ ഇല്ല. പിന്നെ നോൺ ട്രിവിയൽ ആയിട്ട് പ്രോപ്പറായിട്ട് അതിൽ ഇല്ലെങ്കിൽ പിന്നെ ഏതാ ഉണ്ടാവുക? 0 മാത്രമേ അതിലുണ്ടാവുള്ളൂ. We know that R is a commutative ring with unity, then M is maximal ideal if and only if R by M field. R ഒരു commutative ring with unity ആണെങ്കിൽ M maximal ideal ആണ് if and only if R by M field. അപ്പോൾ 0 ആണ് ഇവിടെ മാക്സിമൽ ഐഡിയൽ. R by M എന്ന് പറഞ്ഞാൽ ഇവിടെ R by 0 ആണ്. R by 0 എന്താണ്? ഫീൽഡ് ആണ്. സോ R is a field.